Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ട്ടോ. Five minutes later. മിനിയാണ്ടി എവിടെയായിരുന്നോ? താഴത്ത് ഞാൻ എന്തോരം തേടിന്നറിയോ? അതെ പിന്നെ മക്കളെ, ആന്റിയെ കുറച്ച് ഗോതമ്പുണ്ടേനോ ഉണക്കാൻ വേണ്ടിട്ട്. അതെ, മോള് കൊണ്ട് വെച്ചതാ. ഇനിയിപ്പോ സന്ധ്യ സമയമായല്ലോ, അത് എടുത്തു വെക്കാന്ന് വിചാരിച്ച് കേറിയതാ. നന്ദിനി എന്നോട് പറഞ്ഞായിരുന്നു മോള് പറഞ്ഞയക്കാന്ന്. അതാ നിന്നെ കാണുന്നില്ലോ എന്ന് വിചാരിച്ചിട്ടെ ഇങ്ങോട്ട് കേറിയതേ ഉള്ളൂ. ആണോ? മക്കളെ, എന്നാ മക്കളൊരു കാര്യം ചെയ്യ്, മക്കൾ ഇവിടെ നിന്ന് പഠിച്ചോ. ആന്റിയെ പോയിട്ട് ഈ ഷീറ്റിലൊന്ന് വാർഡ് മെമ്പർ അടുത്ത് ഒപ്പ് മേടിച്ച് വന്നാട്ടെ. എന്നാലേ കാലത്ത് പോയിട്ട് കാര്യം ഉണ്ടാവത്തുള്ളൂ. എന്നാ ആന്റി ഞാനും കൂടെ വരാം. ആന്റി ഒറ്റയ്ക്ക് പോണ്ട. അതൊന്നും കുഴപ്പമില്ല മക്കളെ, ഇവിടെ അടുത്തല്ലയോ, മക്കൾക്ക് പഠിക്കാണ്ടെന്നല്ലേ പറഞ്ഞേ. ഇന്ന് ചെന്ന് പഠിക്കേ ചെല്ലേ, അപ്പത്തേക്ക് ആന്റി പോയിട്ട് വരാം കേട്ടാ. അത് എന്നാ ആന്റി ഒറ്റയ്ക്ക് എന്തിനാ പോകുന്നേ? മണിക്കൂട്ടിനല്ലേ, അവന്റെ കൂടെ വണ്ടി പോയാൽ മതിയല്ലോ, എളുപ്പം പോയി വരാലോ. അതിനവന് ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? കോളേജ് വിട്ട് വന്നപ്പോ ഗ്രൗണ്ടിൽ പോയതാ, ഇതുവരെ എത്തിയിട്ടില്ല. ഓ അത് ശരി. അവനെ കാത്തുന്നാലേ കാത്തു നിക്കത്തേ ഉണ്ടാവത്തുള്ളൂ. എപ്പോഴാ വരാനൊന്നും ആർക്കും ഒരു പിടുത്തമില്ല. അവനായിട്ട് വന്നാലായി, എന്തായാലും വരുമ്പം ഒരുപാട് വൈകും ചെയ്യും. അതുകൊണ്ടേ ആന്റി നിന്ന് സമയം കളയാണ്ട് വേഗം പോയിട്ട് കേട്ടോ, മക്കളകത്തിരുന്ന് പഠിച്ച കേട്ടാ. ആ ഓക്കെ ആന്റി. മക്കളെ വീണേ, അഥവാ ആന്റി പോയിട്ട് വൈകുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട കേട്ടോ. എന്തായാലും തമ്പ്രിമോളും ഭയങ്കരൊക്കെ ട്യൂഷൻ വിട്ട് ഇങ്ങോട്ടേക്കല്ലേ വരിക, അവരെ കൂടെ നിന്നോണ്ടേ. ആ ശരി ആന്റി. എന്നാ മക്കൾ താഴത്തേക്ക് ചെല്ലേ, ആന്റി പോയിട്ട് കേട്ടോ. ശരി ആന്റി. എപ്പോഴൊന്നും ആശ്വാസായേ. നല്ല വൈബ് പ്ലേസ് തന്നെ. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ലൊക്കേഷനാ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് പഠിക്കണം, പീസ്ഫുൾ ആയിരിക്കും. ഇനി തമ്പ്രിമോള് വരുന്നവരെ സമയമുണ്ട്, ഇവിടെ നിന്ന് പീസ്ഫുൾ ആയിട്ട് പഠിക്കാം, ആരും ശല്യം ഉണ്ടാവത്തില്ല. ഏതോ ബൈക്കിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോ മണിക്കൂട്ടിനായിരിക്കോ? ആയിരിക്കത്തില്ല, അവനെ ഗ്രൗണ്ടിൽ പോയാ നേരത്തെ ഒന്നും വരത്തില്ലല്ലോ. പിന്നെ ആരായിരിക്കും? പോയി നോക്കിയേക്കാം. താഴത്താണെങ്കിൽ ഡോറും തുറന്നിട്ടേക്കുവാ. അമ്മ സോറി, അത് നീ വന്നത് ഞാൻ കണ്ടില്ല, അതാ. അല്ല നീ എന്താ ഇവിടെ? അത് അമ്മ ഒരു ഷീറ്റ് ആന്റിക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു, അപ്പോ ഷീറ്റും കൊണ്ട് വന്നതാ. അപ്പൊ ആന്റി പറഞ്ഞ് ആന്റിക്ക് പുറത്ത് പോകാനുണ്ടെന്ന്, അതായത് എന്തോ വാർഡ് മെമ്പർ അടുത്ത് ഒപ്പ് മേടിക്കാണ്ടെന്ന്. അപ്പൊ പിന്നെ തമ്പ്രിമോളെയും കൂട്ടണല്ലോ, അമ്മയും അച്ഛനും കൂടെ കിടുവിന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയതാ അവനെ കാണിക്കാൻ വേണ്ടിട്ട്. അപ്പൊ പിന്നെ എന്തായാലും തമ്പ്രിമോളെ കൂട്ടാൻ അച്ഛന് വരാൻ പറ്റത്തില്ല, ഇവിടെ നിന്ന് അവളെ ട്യൂഷൻ കഴിഞ്ഞ അവളെ കൂട്ടി കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞയച്ചതാ. അല്ല കഥ കഴിഞ്ഞോ അല്ലെങ്കിൽ ഇനിയുണ്ടോ? അല്ല കൊറേ നേരം എനിക്കിങ്ങനെ പിടിച്ചേക്കാൻ പറ്റത്തില്ലേ? ഇതും കൂടെ എന്റെ തലയിലിടരുതേ, ഇത് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമാ. അയ്യോ അത് പൊട്ടിച്ചോ? ഇനി എനിക്ക് ഈ ചെയിൻ ആവശ്യമില്ല. വല്ലാത്തൊരു അഹങ്കാരം
കുറച്ചൊക്കെ അഹങ്കാരമുള്ളത് നല്ലേനാ. അഹങ്കരിച്ചോ? ആരാ വേണ്ടെന്ന് പറഞ്ഞേ? നന്നായിട്ട് അഹങ്കരിച്ചോ? ദേ ചെയിന് പൊട്ടിച്ചല്ലോ, ഇനി മാറ്. നിക്ക്, എന്റെ ഡ്രസ്സിൽ കുടുങ്ങി നിൽക്കുന്ന കണ്ടില്ലേ? അത് എടുക്കട്ടെ, അല്ലെങ്കിൽ ബാക്കിയും കൂടെ പൊട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഇനി എനിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, മാറ്. ഹലോ, കോളേജിൽ നിന്ന് വന്ന് കയറിയതുള്ളൂ, അപ്പൊ തുടങ്ങി ഫോൺ വിളി. ആരോടാണോ ഇതിന് മാത്രം സംസാരിക്കാൻ? എവിടെയാ? വേറെ എവിടെ, വീട്ടിലുണ്ട്. അല്ല, അപ്പൊ ഗ്രൗണ്ടിൽ പോയില്ലേ? ഇല്ല കാന്താരി, നല്ല മഴ ഇടിയൊക്കെ ആയോണ്ടേ അമ്മ വിടുന്നില്ല, അതാ. നല്ലത്, ഇടി മഴയും മിന്നലൊക്കെ ഉള്ളപ്പോ ഗ്രൗണ്ടിൽ പോകാൻ നിൽക്കരുത്. ഇല്ല. പ്രോമിസ് കാന്താരി. അല്ല, നീ എവിടെ? അല്ല, ഇത് ട്യൂഷന്റെ ടൈമല്ലേ? അല്ല, ഈ സമയത്ത് വിളിച്ചാലും കിട്ടൂലല്ലോ, പിന്നെങ്ങനെയാ ഇപ്പൊ സംസാരിക്കുന്നേ? ഓ, മിസ്സങ്ങാനും പുറത്ത് പോയിട്ടുണ്ടാവൂലേ? അല്ല, ഇന്നെ ട്യൂഷൻ ഇല്ല അത്രേ. ഞങ്ങളിവിടെ വന്നപ്പോഴാ ഞങ്ങളെന്നെ അറിയുന്നേ. അതാ ഞാനും പൈങ്കിളിയും ഉണ്ണിമോളും കൂടെ അടുത്തുള്ള പാർക്കിലേക്ക് വന്നേക്കുന്നേ. പാർക്കിലേക്കോ? ഏത്, നമ്മള് മീറ്റ് ചെയ്യാറുള്ള ആ പാർക്കാണോ? അവിടെ തന്നെ. പെട്ടെന്ന് വീട്ടിൽ പോണ്ടല്ലോ, എന്തായാലും വീട്ടില് ട്യൂഷൻ ഉണ്ടെന്നല്ലേ പറഞ്ഞേ, അപ്പൊ പിന്നെ കുറച്ചേരം വെറുതെ ഇരിക്കാലോന്ന് കരുതി വന്നതാ. കാന്താരി, എന്തോന്നത്? പറയാണ്ട് എവിടെയും പോരുതെന്ന് നിന്നോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ? ഇപ്പത്തെ കാലത്തെ പറ്റി നിനക്കെന്നെ അറിഞ്ഞൂടെ? പിന്നെന്തിനാ? ഓ, എന്റെ ഗൗതം, അതിനെ ഞാൻ ഒറ്റക്കൊന്നുമില്ലല്ലോ, കൂടെ പൈങ്കിളിയും ഉണ്ണിമോളുണ്ടല്ലോ. ആ, അത് ശരിയാ, ഒരാള് ബാറ്റ്മാനും മറ്റൊരാൾ സ്പൈഡർമാനും ആണല്ലോ. വിളിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഇനി ആവർത്തിക്കരുത് കേട്ടോ. ഒന്നെങ്കിൽ അമ്മനോടോ അച്ഛനോടോ, അല്ലാന്നുണ്ടെങ്കിൽ വീണനോടോ, ഒന്നും അല്ലെങ്കിൽ എന്നോടെങ്കിലും ഇതേപോലെ വിളിച്ചു പറയ്. അല്ലാതെ നീ ട്യൂഷനിലേക്കെന്ന് പറഞ്ഞു പോയിട്ട് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാ ഞങ്ങൾ എങ്ങനെ നിന്നെ തെരഞ്ഞു വരും? പിന്നെ കാണത്തില്ലേ, എന്റെ പെണ്ണിനെ നോക്കേണ്ടത് എന്റെ കടമയല്ലേ? അല്ല, എന്തായാലും വീട്ടിൽ പോണില്ലല്ലോ, ബോറടിച്ചോടെ ഇരിക്കുവല്ലേ? എന്നാ പിന്നെ ഞാൻ വരട്ടെ. ചുമ്മാ സംസാരിച്ചിരിക്കാലോ, എനിക്കും വീട്ടിലിരുന്നിട്ട് ബോറടിക്കുന്നുണ്ട്. സോ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാം, ഓക്കെ? അയ്യോ, അതൊന്നും വേണ്ട, നമ്മൾ രണ്ടും സംസാരിച്ചിരിക്കുമ്പോ അവർക്ക് ബോറടിക്കത്തില്ലേ? അതൊന്നും ഒരു ബോറടി അടിക്കത്തില്ല. വരുമ്പോഴേ ബോറടിക്കാതിരിക്കാൻ ഒരാളെയും കൂടെ കൂട്ടുന്നുണ്ട്. അതൊക്കെ അവിടെ എത്തുമ്പോ കണ്ടാ മതി. എന്നാ ഓക്കെ, സമയമില്ല, ഞാൻ വെക്കാം. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം, ഓക്കെ? ബൈ. അമ്മ, അത് പിന്നെ എന്റെ ഫ്രണ്ടേ ട്യൂഷൻ വിട്ട് വരാൻ നിക്കുവാ. മഴ ആയതുകൊണ്ടേ അവന് ബസ്സൊന്നും കിട്ടിയില്ലെന്ന്, അതുകൊണ്ടൊന്ന് കൊണ്ടാക്കി കൊടുക്കാനാ. ഇപ്പൊ വരാം, ഒരു 10-15 മിനിറ്റ്. നടക്കത്തില്ലേ, പുറത്ത് നല്ല മഴ ഇടിയാണ്. ഇവിടെ പോരെ കുത്തിരിക്കാൻ നോക്ക്. ഓന് വേണമെങ്കിലേ ഓന്റെ പോരേന്ന് ആൾക്കാർ വന്നോളും. അമ്മ, അത് അവനിവിടെ ഹോസ്റ്റലിലാ, അവന്റെ വീട്ടുകാരൊക്കെ ലോങ്ങാ. വിചാരിച്ച നേരത്ത് വരാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് വേഗം പോയിട്ട് 10 മിനിറ്റിനുള്ളിൽ വരാന്നേ. അമ്മ, എന്തോന്നമ്മേ, പാവല്ലേ, അവന് ഹോസ്റ്റലിൽ നേരം വൈകി കേറ്റത്തില്ലെന്നേ. വേഗം പോയിട്ട് കൊണ്ടാക്കിട്ട് ഇപ്പൊ വരും, ഒരു 10 മിനിറ്റ്. അമ്മ, എന്തോന്നമ്മേ, പാവം അമ്മ, അവനും അമ്മന്റെ മോനെ പോലെയല്ലേ, പാവം പെട്ടു നിക്ക. വേഗം കൊണ്ടാക്കിട്ട് ഇപ്പം വരാൻ പൊന്നെ. നീ അവിടെ ഇവിടെയൊക്കെ പോയി നടന്നിട്ടേ എനിക്ക് അച്ഛനാടിയായിട്ട് ജംഗ്ഷനിലൊക്കെ നിന്നെ വെച്ച് കണ്ടിട്ട് എന്നെ വിളിച്ച് എന്തോരം ചീത്ത പറിച്ചില്ല. അതുകൊണ്ടേ അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കോളേജ് വിട്ട് കഴിഞ്ഞാൽ ഒരാവശ്യത്തിനും നിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ വിടണ്ടെന്ന്. മര്യാദയ്ക്ക് ഇടായിരുന്നോ? ഓ, ഇത് അച്ഛൻ തന്നെ പറഞ്ഞതാണോ അല്ലെങ്കിൽ അവന്റെ പൊന്നു മോള് പറഞ്ഞതാണോ? അതാരെങ്കിലും പറഞ്ഞതാവട്ടെ, ഇനി കോളേജ് വിട്ട് പുറത്തിറങ്ങുന്ന പരിപാടിയില്ല. എന്ത് കണ്ടെങ്കിലും ആ കോളേജിൽ തന്നെ വെച്ച് തീർത്തിട്ട് വന്നേച്ചാ മതി, കേട്ടല്ലോ? ആ, ഓക്കെ, അമ്മ പറയുന്ന പൊതിന് ഞാൻ കേൾക്കാം. പക്ഷെ ഇന്നൊരു ദിവസം വിടമ്മേ, പ്ലീസ്, എന്റെ പൊന്നു അമ്മക്കുട്ടിയല്ലേ. അമ്മ, ഇങ്ങനെ നോക്കല്ലേ, പാവ അമ്മ, അവനെ പെട്ട് കിടക്കുവാ. ഞാനല്ലെങ്കിൽ അവൻ ആരുമില്ലെന്നേ, അതുകൊണ്ടാ വേഗം പോയിട്ട് 5 മിനിറ്റിൽ വരും. ഇതായിരിക്കണം ലാസ്റ്റ്, ഇനി ഇമ്മാതിരി എക്സ്ക്യൂസ് പറഞ്ഞു പോവാൻ നിൽക്കരുത്, പറഞ്ഞേക്കാം, ഓക്കെ? ഹേ, ഇല്ല ഇല്ല, ഇനി അഥവാ നാളെ എന്തെങ്കിലും എമർജൻസി വന്നോ നാളെ നോക്കാം, ഓക്കെ? ബൈ. ഉടായിപ്പ്, ഇനി നിന്റെ ഉടായിപ്പായിട്ട് എന്റെ അടുത്തേക്ക് വരേണ്ടി കേട്ടാ. നാളെ മുതൽ കോളേജ് വിട്ട് പോരെ കയറി കഴിഞ്ഞാ പോരെ ഓർക്കണ പ്രശ്നമില്ല, പാല കുത്തി നിന്നിട്ട് ഒരു കാര്യമില്ല. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ
ഋഷി എന്തൊക്കെയായിരുന്നു? പിന്നെ ഫുഡ് കഴിച്ചോ? എന്തായിരുന്നു കഴിക്കാനേ? മതി മതി മതി. എന്റെ കിളിന്റെ കാറിങ് കേട്ടാലേ ഞാൻ ചിലപ്പോ തല ചുറ്റങ്ങ് വീഴും. നിന്റെ കിളി നാട്ടിലെത്തിയാലും കുഴപ്പമൊന്നുമില്ലെന്നേ. നമ്മളെ കോളേജിലല്ലേ. അത് മാത്രല്ല തമ്പുരു അങ്ങനെ ഗൗതം ബ്രോനോട് ഡെയിലി സംസാരിക്കുന്നേ. ടൈം കിട്ടുമ്പോഴൊക്കെ സംസാരിക്കുന്നില്ലേ. അതേപോലെ ഗൗതം ബ്രോന്റെയും ഋഷിന്റെ ഒക്കെ കൂടെ ജിമിനും കൂടെ നടക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് നിനക്ക് സംസാരിക്കാം. ഞാൻ അങ്ങനെ തന്നെ വിചാരിക്കുന്നേ. അങ്ങനെ തന്നെ നടന്നാ മതി. അതൊക്കെ അങ്ങനെ തന്നെ നടക്കത്തുള്ളൂ. ഞങ്ങളില്ലേ പിന്നെന്താ. അല്ല ഇവളാരെയാ കാത്തിക്കുന്നേ? എടി ഗൗതം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഹോ അത് ശരി. ബൈക്കിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് അവരെന്നെയാ. നിക്കട്ടോ ഞാൻ പോയി നോക്കിട്ട് വരാം. ഓ ഒന്ന് പതുക്കെ പോടേ. ഇങ്ങോട്ടേക്കല്ലേ വരുന്നേ? പൈങ്കിളി ദേ ഗൗതം ബ്രോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. വാ അങ്ങോട്ടേക്ക് ഇരിക്കാം. നടന്നോ ഞാൻ വരാം. ബെസ്റ്റ്. നിക്ക് ഒന്ന് വിളിച്ചോക്കട്ടെ. മച്ചു അതിന്റെ ആവശ്യമൊന്നുമില്ല. ദേ നിന്റെ കാന്താരി വരുന്ന. ഓഹോ അത് ശരി. ഋഷി ബ്രോനെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യമാണോ പറഞ്ഞേ? പിന്നെ ഞാനല്ലാണ്ട് ആര്? അല്ല എവിടെ എന്റെ ആള്? നിങ്ങളാളെ ദേ അവിടെ ആ ബെഞ്ചിൽ ഇരിപ്പുണ്ട്. ചെല്ലേ പോയി നോക്കട്ടെ. അല്ല സൈലന്റ് ആണോ? ഇതുവരെയായിട്ട് സൈലന്റാ. വയലന്റ് ആക്കാൻ പോകുന്നുണ്ടല്ലോ. ചെല്ലേ ഇതൊക്കെ രസല്ലേ? ചെല്ലേ മച്ചാ ഇപ്പൊ വരട്ടോ. ചെല്ല് ചെല്ല്. അല്ല ഫോണ് കളിച്ചോണ്ടിരിക്കാനാണോ ഇങ്ങോട്ടേക്ക് വന്നേ? ഹേയ് അല്ലടേ, അത് ടിക്കറ്റ് ബുക്ക് ചെയ്യാ. ഒരു മിനിറ്റ്. ടിക്കറ്റ് ബുക്ക് ചെയ്യേ? എന്തിന്? അത് ചിന്നു ആളിയന്റെ തറവാട്ടിക്ക് പോയതാ. ഇപ്പോ അവിടുന്ന് നേരെ വീട്ടിലേക്കാണ് വരുന്നേന്ന്. അതാ അവക്കുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാ. ഓ അത് ശരി. കഴിഞ്ഞോ? കഴിഞ്ഞ്. എന്തേ അവിടെ തന്നെ നിക്കുന്നേ? വാ വന്ന് വണ്ടിയിലിരിക്കേ. ഏയ് അതൊന്നും വേണ്ട. അവിടെ എല്ലാരും ഉണ്ട്. വാ അങ്ങോട്ട് പോവാ. ഇടി കുറച്ചേരം സംസാരിച്ചിട്ട് പോവാടേ. എന്താ അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ലേ? പറ്റും, എന്നാലും എന്നാ ഒരു കാര്യം ചെയ്യാം. വണ്ടി ഇവിടെ നിർത്തിയിട്ടെ കുറച്ചേരം കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ റൗണ്ട് ഒക്കെ അടിച്ചു വരാം. എന്തേ? 5 minutes later. അല്ല ഇതൊക്കെ ഒരു ഡ്രീം പോലല്ലേ? എന്താണ് ഡ്രീം പോലല്ലേ? ഇങ്ങനെയൊക്കെ നടക്കുന്ന വിചാരിച്ചതാണോ? പിന്നെ ഞാൻ വിചാരിച്ചതാ. വെറുതെ പറയല്ലേ. ഇങ്ങനെയൊക്കെ നടക്കുന്ന സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്റെ സ്വപ്നം മൊത്തം ഇതായിരുന്നല്ലോ. അതുകൊണ്ട് ഇതൊക്കെ നടക്കുന്ന മുൻകൂട്ടി കണക്ക് കൂട്ടിയതാ. ഓ അത് ശരി. ഞാൻ ഇവിടെ പാർക്കിലാണ്. എന്റെ പൊന്നു പെങ്ങളെ, നിന്റെ ചാറ്റിംഗ് കഴിഞ്ഞെങ്കിൽ വാ. എടി നല്ല വ്യൂ ആ. ഒരു ഫോട്ടോ എടുക്കാനേ. എടി നിക്കടേ. അവൻ ഓൺലൈൻ ഉണ്ട്. ഇപ്പൊ പോയാലേ പിന്നെ നാളെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. 2 മിനിറ്റ്. എന്റെ പൊന്നേ 2 മിനിറ്റ് എന്ന് പറഞ്ഞ 2 മണിക്കൂർ കഴിഞ്ഞ് ഇതിനായിട്ടും അവള് ചാറ്റിംഗ് തീർന്ന മട്ടില്ല. എന്റെ പൊന്നോ ഇത്ര നേരത്തെ സംസാരിച്ചോണ്ടിരുന്ന ബോർ അടിക്കത്തില്ലേടേ? അതൊന്നും ബോർ അടിക്കത്തില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടെ എത്ര മണിക്കൂർ വേണമെങ്കിലും സംസാരിക്കാം. അതൊരിക്കലും ബോർ അടിക്കത്തില്ല. പക്ഷേ എനിക്ക് ബോർ അടിക്കുന്നുണ്ടേ. എന്നാലേ ഇനി അങ്ങോട്ട് ബോറടിക്കത്തില്ല. ആഹാ നല്ല കറക്റ്റ് ടൈമിംഗ് ആണല്ലോ. ജമ്മു എവിടുന്ന് വരപ്പോ പൊട്ടി മുളച്ചേ? എന്റെ ബേബിയെ മനസ്സ് കണ്ട ഞാനത് മാനത്ത് കാണുന്നേ. ഇനി നിന്റെ ബോറടിയെ അവൻ മാറ്റിക്കോളും. ദേ ഋഷി, ഞാനിപ്പോ നല്ലൊരു മൈൻഡ് സെറ്റിലായിരിക്കുന്നേ. നല്ല കൂള് വൈബാ. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാനും ടെൻഷൻ ആക്കാനും നിൽക്കാതെ മിണ്ടാതെ അവിടെ എവിടെയെങ്കിലും പോയി കുത്തിരുന്നോ? എന്താ ബേബി ഇങ്ങനൊക്കെ ഒരു ടോക്ക്? ഷെടാ ഇവരെ കാര്യത്തില് ഞാൻ എന്റെ ജിമിൻ കിളിനെ മറന്നല്ലോ. എന്താ ചോദിച്ചിട്ടുള്ളേ? എവിടത്തെ പാർക്കാണോ? ഞങ്ങളെ ട്യൂഷൻ സെന്ററിന്റെ അടുത്തുള്ള പാർക്കാ. ബേബി നല്ല അടിപൊളി വ്യൂ അല്ലേ? നമുക്കൊരു സെൽഫി എടുത്താലോ? ഋഷി തുടങ്ങല്ലേ? എന്തോന്ന് ബേബി ഇത്? നീയല്ലേ ഇപ്പൊ പെങ്കളോട് പറഞ്ഞേ നല്ല അടിപൊളി വ്യൂ ആണെന്ന്? അപ്പൊ ഒരു ഫോട്ടോ എടുക്കാന്നേ. നല്ല രസമായിരിക്കും. കമോൺ. ഋഷി വേണ്ട വേണ്ട. ഇവിടുന്ന് വേർഡ് ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് വേണല്ലോ. എന്നൊരു കാര്യം ചെയ്യ്, നീ അങ്ങനെ തന്നെ നിക്ക്. ഞാനേ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഋഷി വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ലേ? എനിക്ക് ദേഷ്യം പിടിച്ചാലുണ്ടല്ലോ. അങ്ങനെ തന്നെ. ആ കലിപ്പൊന്ന് മാറ്റി ചിരിച്ച സംഗതി സെറ്റ്. ഋഷിയെ കിട്ടി കിട്ടി. വൗ പെർഫെക്റ്റ്. ഇത് ഇന്ന് തന്നെ വാൾപേപ്പർ
അതിന് ഫോട്ടോ എടുത്തിട്ട് വേണ്ടേ? ഇപ്പോഴല്ലേ ഫോട്ടോ എടുക്കാൻ പോകുന്നേ. സ്മൈൽ പ്ലീസ്. ഋഷി, മര്യാദയ്ക്കൊക്കെ delete ചെയ്തോ? അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടും പറഞ്ഞേക്കാം. കണ്ടോ ഗൈസ്, എന്റെ ബേബി എത്ര ആംഗ്രി ബേർഡാണ്. അവന്റെ ഒരു സ്നാപ്പ് നിക്കട്ടോ, ശരിയാക്കി തരുന്നുണ്ട് ഞാനേ. ദേ, നല്ല മഴക്കാറുണ്ട്. വാ, എവിടെയും കേറി നിക്കാം. മഴ പെയ്തോട്ടടി, അതൊക്കെ ഒരു രസല്ലേ? നല്ല രസമായിരിക്കും. അമ്മ അറിഞ്ഞുണ്ടല്ലോ. ഇങ്ങോട്ട് വാ. 5 minutes later. ശ്ശെടാ, ദേ മഴ പെയ്ത്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ. അല്ല, ഇവനിതെവിടെ പോയി? பூவே காதல் பூவே சாரல் வீசஈரம் என்னை கொஞ்சம் மழையில் உன் வாசம் கெஞ்சும் நெஞ்சம் உன்னை கெஞ்சும் உணரும் காலை வேண்டாம் இரவின் குளிரை என்னை கொல்லாதே. ചേടാ, റേഞ്ചും പോയല്ലോ. നോക്ക്, ഞാനിനി കുറച്ച് നേരം അല്ല എന്റെ തമ്പുരുമോള് വരുന്നവരെ ഇവിടെ തന്നെ ആയിരിക്കും. അതിന് അതിനെന്ത്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഞാനിനി എന്റെ അനിയത്തി വരുന്നവരെ ഇവിടെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞതാ. വേറൊന്ന് നോക്ക്, എനിക്ക് കുറച്ച് നോട്ട്സ് ഒക്കെ എഴുതാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് എഴുതും. നീ എവിടെയും പോയിരുന്നേ ഇത് എനിക്കെന്താ? പൊന്നോ, എന്നാലും ഇതൊന്നും അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല കേട്ടാ. കൊല്ലം രണ്ടായി ഇങ്ങനെ മൈൻഡ് ആക്കാതെ നടക്കുന്നേ. ഇങ്ങനെ നടന്നാ ആർക്കെങ്കിലും ഭ്രാന്ത് പിടിക്കത്തില്ലയോ? ദേ, ഈയിടെയായിട്ട് എനിക്ക് ഭ്രാന്തൊന്ന് കൂടുന്നുണ്ട്. മര്യാദയ്ക്ക് എന്നോട് മിണ്ടണതാ നിനക്ക് നല്ലത്. മിണ്ടാനേ സൗകര്യമില്ല. അതെന്താ നിനക്ക് സൗകര്യമില്ലാത്തത്? ദേ, ഒന്നല്ലെങ്കിലും ചെറുപ്പം തൊട്ടേ നമ്മൾ ഫ്രണ്ട്സാ. അത് നീ മറക്കണ്ട. എന്ത് ബന്ധം പൊട്ടിയെന്ന് പറഞ്ഞാലും ഇതൊരിക്കലും പൊട്ടാൻ പോണില്ല. അതുകൊണ്ട് ഇനി എന്നോട് മിണ്ടാതെ നടക്കാനാണ് ഭാവെങ്കിൽ എന്റെ സ്വഭാവം നീ തികച്ചറിയും. പറഞ്ഞേക്കാം. ഐ ആം സ്റ്റിൽ വെയിറ്റിംഗ്. മാണിക്കുട്ടാ, എന്താണിത്? നോക്ക്, സംഭവം നമ്മൾ തമ്മിൽ തെറ്റിയെന്നുള്ളതൊക്കെ ശരിയാ. അത് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് പരമായിട്ടല്ലല്ലോ. അത് മറ്റുള്ള കാര്യങ്ങളല്ലേ. അതൊക്കെ മാറ്റി വെക്ക്. നമ്മള് എപ്പോഴും ഫ്രണ്ട്സാ. അത് നീ മറക്കണ്ട. പിച്ച വെച്ച കാലം മുതല് നമ്മൾ ഒരുമിച്ച് തന്നെയാ. പിന്നെ നീ ഇപ്പോ ഈ 2 കൊല്ലായിട്ട് എന്റെ അടുത്ത് മാറി നിൽക്കുന്നത് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയെങ്കിലും ഒന്ന് കാഷ്വലായിട്ട് മിണ്ടേ. വേറൊന്നും അല്ലെങ്കിലും നമ്മള് ചെറുപ്പം തൊട്ട് ഒരുമിച്ചല്ലേടാ. എന്താ നീ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നേ? ശരിക്കും ദേഷ്യപ്പെടേണ്ടത് ഞാനാ. നീ എന്നെ ചീറ്റ് ചെയ്തേ, അല്ലാതെ ഞാനല്ല നിന്നെ ചീറ്റ് ചെയ്തേ. നിന്റെ ബാബു നടത്തുന്നത് കണ്ടാ തോന്നും എന്തോ ഞാൻ നിന്നെ ചീറ്റ് ചെയ്തതാന്ന്. ശരിക്കും നീയല്ലേ എന്നെ ചീറ്റ് ചെയ്തത്. ആണെങ്കി കണ്ടോ? ആണല്ലോ, ആണല്ലോ. അപ്പൊ നീ എന്നെ ചീറ്റ് ചെയ്തതാന്ന് നീ തന്നെ സമ്മതിച്ചില്ലേ? പിന്നെ എന്തിനാടാ ഇത്ര അധികം ജാട കാണിച്ചെടുക്കേണ്ടത്? ശരിക്കും ജാട കാണിച്ചെടുക്കേണ്ടതേ ഞാനാ, ഞാൻ. അതായത് ഈ വീണ കൃഷ്ണൻ. കാണിച്ചോ? അന്നെ ഞാൻ പിടിച്ചു വെച്ചില്ലല്ലോ. എന്താണെടാ? ദേ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പറഞ്ഞേക്കാം. ഞാനിവിടെ ഇത്രയും വായിട്ട് അടിച്ചോണ്ടിരിക്കാ. നീ ആരോടാ ഈ ചാറ്റ് ചെയ്യുന്നേ? ഇങ്ങോട്ട് നോക്ക്. മണിക്കുട്ടാ, അങ്ങനെ തന്നെ വിചാരിച്ചോ? അല്ല, ഞാൻ ആരോട് ചാറ്റ് ചെയ്താലും നിനക്കെന്താ? എനിക്കെന്താന്നോ? എന്തേ ഒരു വട്ടം പറഞ്ഞാ നിനക്ക് ചെവി കേക്കില്ലേ? എനിക്ക് ആസ് എ ഫ്രണ്ട് എന്ന നിലയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ എന്റെ ഫ്രണ്ട് വല്ലവരോടും മിണ്ടുന്നൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നീ എന്റെ നിന്റെ എന്റെ എന്റെ ആദ്യം അതിനൊരു ആൻസർ കണ്ടെത്ത്. അതിനുശേഷം പോരെ എന്റെ കാര്യം നോക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത്. യു നോ വൺ തിങ്, ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും എല്ലാത്തിനും ബൗണ്ടറി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് വാഗുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ. അങ്ങനെ ആരെങ്കിലും ബൗണ്ടറി കടന്ന് വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവരോട് തിരിച്ച് ട്രീറ്റ് ചെയ്യാനും പഠിക്കണം. മനസ്സിലായോ? മണിക്കുട്ടൻ എന്താ എങ്ങനെ പറഞ്ഞേ? എങ്ങനെ പറയാൻ മാത്രം? ഇനിയിപ്പോ അവനെ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടാണോ പറയുന്നേ? തമ്പുരുമോളെ സിസ്റ്റർ എന്ന നിലയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാം. നമുക്ക് ചുറ്റും പല ചെന്നായ്ക്കളും ഉണ്ടാവും ആടിന്റെ മുഖംമൂടി ഇട്ട് നടക്കുന്നേ. കാണുന്നവരൊക്കെ ആടാന്ന് കരുതി ട്രീറ്റ് ചെയ്യാൻ നിന്നാ പിന്നെ അതെപ്പോഴാ ആക്രമിക്കാന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആടാണെങ്കിലും ചെന്നായി ആണെങ്കിലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണത് എന്തിനും നല്ലതാ. മണിക്കുട്ടൻ എന്തിനാ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇവനെ മനസ്സിൽ എന്തെങ്കിലും വെച്ചിട്ടാണോ എങ്ങനെ സംസാരിക്കുന്നേ? എന്നാലും ചെന്നായി എന്ന് അവൻ ഉദ്ദേശിക്കുന്നത് ആരെയായിരിക്കും?